നമസ്കാരം ഇട്ടാ വിഷ്ണുവാണ് സിസ്റ്റമാറ്റിക് ടൈൽസ് ഫ്ലോറിംഗ് ഐഡിയാസിൽ നിന്ന്. പല ആൾക്കാർക്കും സംശയമുണ്ട് എങ്ങനെയാണ് നമ്മൾ ട്രാവൽ ചെയ്യണത്, ട്രാവൽ ചെയ്യുമ്പോൾ വളയാൻ പാടുണ്ടോ, അതുപോലെ ചെരിഞ്ഞ് പോകാൻ പാടുണ്ടോ എന്നൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു കാര്യമാണ് നമ്മളിവിടെ പറയണത്. ട്രാവൽ ചെയ്യുമ്പോൾ എപ്പോഴും ഒന്നില്ലെങ്കിൽ ഹൊറിസോണ്ടൽ ചെയ്യണമെങ്കിൽ ഹൊറിസോണ്ടലും വെർട്ടിക്കൽ ചെയ്യണമെങ്കിൽ വെർട്ടിക്കലായിരിക്കും ചെയ്യണത്. കൂടുതൽ ടൈലിൻ്റെ ലെങ്ത്ത് അഥവാ വീതി കുറഞ്ഞ ഭാഗത്തേക്കായിരിക്കാം ചെയ്യുക. അപ്പോൾ എന്താ അതിൻ്റെ ആവശ്യകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന എയറിനെ പുറത്തേക്ക് കളയാനുള്ള ഗ്യാപ്പ് നമ്മൾ ഇട്ട് കൊടുക്കണം. എന്തൊരു പ്രതലത്തിലും എയറിനെ ചുറ്റി എയർ പോവാത്ത വസ്തുക്കൾ വെച്ചിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എയർ അതിൻ്റെ ഉള്ളിൽ കുടുങ്ങി നിൽക്കുക, അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ എയർ അതിൻ്റെ ഉള്ളിലുണ്ടാവും. അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ കറക്റ്റ് ലൈനിൽ ട്രാവൽ ചെയ്യുന്നത്. ട്രാവൽ ചെയ്തതിന് ശേഷം ടൈലിൻ്റെ എഡ്ജിലേക്ക് കൂടുതൽ അഡസീവ് നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ തീർച്ചയായിട്ടും ഇതുപോലെ ട്രൗൽ വെച്ചിട്ട് തന്നെ ചെരിച്ച് കൊടുക്കണം. അല്ലെങ്കിൽ ആ ഗ്യാപ്പിൽ കൂടെ കൂടുതൽ അഡസീവ് പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ സ്പേസർ ഗ്യാപ്പ് അടഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ടൈല് വെച്ചിട്ട് നല്ലോണം വൈബ്രേഷൻ കൊടുത്തു കഴിയുമ്പോൾ എയർ ഫുള്ള് പോവുകയും ഈ സ്പേസ് നേരെ പകുതിയാവുകയും ചെയ്യും. അതായത് ഇപ്പോൾ 8 mm ട്രവലാണ് നമ്മൾ ഉപയോഗിച്ചതെന്നുണ്ടെങ്കിൽ ഫുൾ കഴിയുമ്പോൾ നമുക്കത് 4 mm തിക്നെസ്സിലേക്ക് അഡസീവിനെ കൊണ്ടുവരാൻ പറ്റും. ടൈലിൽ ഫുൾ അഡസീവ് ആവുകയും ചെയ്യും. പിന്നെ ടൈല് വയ്ക്കുമ്പോൾ എപ്പോഴും നമ്മൾ ബട്ടർ ചെയ്തിട്ട് വേണം ടൈല് വയ്ക്കാൻ. അതും നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ടൈലിൻ്റെ എപ്പോഴും നമ്മൾ ബട്ടർ കൊടുത്തിട്ടായിരിക്കണം വെക്കേണ്ടത്. പിന്നെ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, എങ്ങനെ ട്രാവൽ ചെയ്യാം എന്നുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. ഇനി ഇതുപോലെയുള്ള വീഡിയോകളായിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും നല്ല നമസ്കാരം.